അപ്പം ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ വന്നിരിക്കുന്നത് ഈ ക്യാമറയെ കുറിച്ച് പരിചയപ്പെടുത്തി തരാനാണ്. ഈ ക്യാമറ അനലോഗ് HD ക്യാമറയാണ്. അപ്പോൾ ഇത് ഗോദ്രേജിന്റെ കമ്പനിയാണ് ഇതിന് ഈ ക്യാമറ. അപ്പോൾ ഈ ക്യാമറ ഉള്ളിൽ നമ്മൾ പൊളിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് ഉള്ളതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് പോകും. അങ്ങനെ ഒരു 2-3 ക്യാമറ നമ്മുടെ അടുത്ത് ഇപ്പോൾ ഉണ്ട്. ഇത് IP ക്യാമറയാണ് ഇത്. അപ്പോൾ ഈ ക്യാമറയും നമ്മൾ ആ കൂട്ടത്തിൽ തന്നെ കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പിന്നെ ഇങ്ങനത്തെ ക്യാമറ, വാട്ടർ പ്രൂഫ് അല്ലാത്ത ടൈപ്പ് ഇങ്ങനത്തെ ക്യാമറയും ഇൻഡോർ ക്യാമറയും നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ അഴിച്ച് കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ക്യാമറയും കാണിക്കുന്നുണ്ട്, ഇങ്ങനത്തെ ക്യാമറ. അപ്പം ഈ 4 ക്യാമറകളെ കുറിച്ചാണ് ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ വേണ്ടിയിട്ട് പോണത്. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തുടക്കം തൊട്ട് അവസാനം വരെ കാണണം. അതേപോലെ തന്നെ ഈ ക്യാമറേൻ്റെ ഉള്ളിൽ എന്തൊക്കെയാണ് പ്രവർത്തനങ്ങൾ, എങ്ങനെയൊക്കെയാണ് ഈ ക്യാമറൻ്റെ ഉള്ളിലത്തെ സംഭവങ്ങൾ, ബോർഡുകൾ, കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അതേപോലെ തന്നെ ഇത് ഔട്ട്ഡോർ ക്യാമറ ആയതുകൊണ്ടാണ് ഇത് ഇത്രയും സെക്യൂറായിട്ട് അവർ സീൽ ചെയ്ത് വെച്ചിരിക്കുന്നത്, വെള്ളം കയറാതിരിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ആ ഒരു ബുദ്ധിമുട്ട് ഇത് അഴിക്കുമ്പോൾ കാണാനുണ്ട്. അപ്പം നിങ്ങൾക്കത് മനസ്സിലാവും. ക്യാമറ ഇത് അഴിക്കുമ്പോൾ തന്നെ എത്ര ഇത് പറയുമ്പോൾ അങ്ങനെ വലിയ ഇതുണ്ടെങ്കിലും അഴിക്കാൻ കുറച്ച് പണിയാണ്. സാധനം ഒന്ന് ഊരിയെടുത്തിട്ട് ഇനി അല്ലെങ്കിൽ എല്ലാം ഉണ്ട്, ഒരെണ്ണം കൂടി ഉണ്ട്. അതും കൂടെ അയച്ചാൽ നമുക്ക് ആ ഫ്രണ്ടിലത്തെ ആ സംഗതി അങ്ങോട്ട് കിട്ടും. സംഗതി കിട്ടി കഴിഞ്ഞാൽ ലെൻസും സാധനങ്ങളൊക്കെ സമാധാനത്തിൽ കാണിച്ചു. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത്ര സാധനങ്ങളാണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത്. ഇത്ര ഉള്ള സംഭവം. പിന്നെ ഇതിനകത്ത് ഇതുപോലത്തെ ഒരു സഞ്ചി ഉണ്ട്. ഇതെന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചെറിയ വെള്ളത്തിന്റെ കണികകളോ നനവോ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ സാധനം വലിച്ചെടുക്കും. അതിന് വേണ്ടിയിട്ടാണ് ഈ സാധനം ഇടുന്നത്, ഈ സഞ്ചി ഇടുന്നത്. ഈർപ്പം വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ സഞ്ചി ഇടുന്നത്. അപ്പോൾ ഔട്ട് വരുന്നത് ഇത്രയും വയറുകളാണ് ഔട്ട് വരുന്നത്. 1 2 3 4 5 വയറുകളാണ് പുറത്തുനിന്ന് ഇതിലേക്ക് വരുന്നത്. 5 വയറുകൾ. അപ്പം നമുക്ക് ഇത് ഈ സ്ട്രിപ്പ് നൂരിയെടുക്കാണ്. ഈ വയറ് വരുന്നതാണ് ക്യാമറേൻ്റെ സിഗ്നലും പവറും. ഈ ഞാൻ പറഞ്ഞില്ല 5 വയർ വരുന്നത്. ഇതാണ് ക്യാമറേൻ്റെ സിഗ്നൽ വരുന്നതും പവർ വരുന്നതും ഇതിലൂടെയാണ്. പിന്നെ ഇത് IR സെൻസറിലേക്ക് പോണ പവറാണ് ഈ 2 വയർ, ഈ ബ്ലാക്കും റെഡും. അപ്പം ഇത്ര ഉള്ളു സംഭവം. അപ്പം ഇത് നമ്മൾ ഊരി വെച്ചു, മാറ്റി വെച്ചു. ഇതിലാണ് ബാക്കിയുള്ള കളികൾ മൊത്തം തുടങ്ങുന്നത്. ക്യാമറേൻ്റെ ബാക്കിയുള്ള കളികൾ മൊത്തം ഇതിനകത്താണ് തുടങ്ങുന്നത്. അപ്പം ഈ സാധനമാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള ബോർഡ്. അപ്പോൾ ഈ സ്റ്റുപ്പ് നമുക്ക് മറ്റേ ഉള്ളിലത്തെ പരിപാടിയൊക്കെ കാണാൻ വേണ്ടി ഐറ്റം എല്ലാം കാണിച്ചു തരണം. അപ്പോൾ ഈ 2 സ്ക്രൂ ഉണ്ട്. ഈ 2 സ്ക്രൂ നമ്മൾ അയക്കണം. കുഞ്ഞു സ്ക്രൂ അത് അയക്കുകയാണ്. അയച്ച് മാറ്റിയിട്ടുണ്ട്. ഇതൊക്കെ കംപ്ലൈൻ്റ് ആയ ക്യാമറയാണ്, നല്ല പറഞ്ഞുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. അപ്പം നമ്മുടെ ക്യാമറേൻ്റെ ബോർഡ് അഴിച്ചെടുത്തിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ സെൻസർ വരുന്നത്. ഇതിലേക്ക് വെട്ടം വന്ന് അടിച്ചിട്ടാണ് ഓരോരോ പിക്സലായിട്ട് ഫോട്ടോ ആയിട്ട് എടുത്തിട്ട് ഇതിനകത്ത് തന്നെ ഉണ്ട്. ഇതാണ് അതിൻ്റെ IC ചിപ്പ് വരുന്നത്. ഈ ചിപ്പിലൂടെ അത് സംഭവമൊക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ വിഷ്വലായിട്ട് കാണുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് ക്യാമറേൻ്റെ ഉള്ളിലത്തെ മെയിനായിട്ടുള്ള ബോർഡ്. ഈ ബോർഡ് പോകുന്നതാണ് അല്ലേ, ഈ ബോർഡല്ലേ മെയിനായിട്ടുള്ള കംപ്ലൈൻറ്റ് വരുന്നത്. ഈ ബോർഡിനാണ് മെയിനായിട്ട് കംപ്ലൈൻറ്റ് വരുന്നത്. ഈ ബോർഡിൽ എന്തെങ്കിലും കയറുമോ, വെള്ളം കയറുമോ, സംഭവങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിലാണ് ക്യാമറ വർക്ക് ചെയ്യാതെ വരുന്നതൊക്കെ ഈ ബോർഡിൻ്റെ കംപ്ലൈൻ്റ് ആണ്. അപ്പം ഇതിൻ്റെ മെയിൻ പാർട്ട് എന്ന് പറയുമ്പോൾ ഈ ഒരു ഗ്ലാസ് ആണ്, ഈ സെൻറ്ററിലുള്ള ഗ്ലാസ് ആണ് ഫോട്ടോ സെൻസർ. ഇതിൻ്റെ പേര് ഫോട്ടോ സെൻസർ എന്നാണ്. ആ സെൻറ്ററിലെ ഗ്ലാസ് കാണുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം. ഇതാണ് അതിൻ്റെ സെൻസർ, ഫോട്ടോ സെൻസർ. അപ്പോൾ ഇത് മാറ്റി വെക്കാം. ഇനി ഇതാണ് അതിൻ്റെ ക്യാമറേൻ്റെ വയറുകൾ ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ലൈറ്റിലേക്കുള്ള ഈ സെൻസറുകളിലേക്കുള്ള വയറുകളാണ് ഇതൊക്കെ. അത് ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ മെയിനായിട്ടുള്ള സാധനം ഇതാണ് അതിൻ്റെ ലെൻസ് വരുന്നത്. ഈ ക്യാമറേൻ്റെ ലെൻസിൻ്റെ ഉള്ളിൽ കൂടെ നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാൻ പറ്റും, അപ്പുറഭാഗം കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വേറൊന്നും വരുന്നില്ല. ഇതുണ്ടോ, എൻ്റെ കൈ കണ്ടോ, കൈ കാണുന്നില്ലേ,
ചെറുതായിട്ട് കൈ കാണുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഈ ലെൻസിൻ്റെ ഉള്ളിൽ വേറെ ഒന്നുമില്ല, കോൺവെക്സോ അങ്ങനെ എന്തൊക്കെയോ ലെൻസൊക്കെ കൂടി കലർന്നിട്ടുള്ള എന്തോ ഒരു ലെൻസാണ് ഈ ലെൻസ് വരുന്നത്. കോൺകേവോ കോൺവെക്സോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇത്ര ഉള്ളു ഇതിനകത്ത് ഇനി വേറെ ഒന്നുമില്ല. ഇതിനകത്ത് മെയിൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ബോർഡാണ് ഈ ക്യാമറേൻ്റെ ഉള്ളിലത്തെ മെയിൻ. ഈ ക്യാമറ എന്നല്ല, ഏത് ക്യാമറ എടുത്തിട്ടുണ്ടെങ്കിലും ഈ ഒരു ബോർഡ് മാത്രമേ ഉണ്ടാവുള്ളൂ. ബോർഡിൻ്റെ ഡിസൈൻ മാറ്റം ഉണ്ടെന്നുണ്ടെങ്കിലും ഈ ഒരു ടൈപ്പ് ബോർഡിലാണ് കാര്യമുള്ളത്. ഈ ബോർഡുകൾ എന്തെങ്കിലും കംപ്ലൈൻറ്റ് വരുമ്പോഴാണ് ക്യാമറ. അതേപോലെ തന്നെ നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ക്യാമറകളിലും ഇതേ രീതിയിൽ തന്നെ, പക്ഷേങ്കിൽ ഇതിലും ചെറിയ സെൻസറുകളായിരിക്കും നമ്മുടെ മൊബൈൽ ഫോണിൻ്റെ ക്യാമറകളിലും ഉണ്ടാവുക. അപ്പം ഒന്നാമത്തെ സംഭവം ഇത്രേ ഉള്ളൂ. അടുത്ത ക്യാമറ ഞാനിപ്പോൾ തന്നെ അഴിച്ച് കാണിച്ചു തരാം, അതും ഒന്ന് നോക്കുക. അപ്പോൾ നമ്മൾ അടുത്ത ക്യാമറ എടുത്തിട്ടുണ്ട്. വട്ടത്തിലുള്ള ഇൻഡോർ ക്യാമറയാണ് നമ്മൾ ഇട്ടത്. ഡൂം ക്യാമറയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്, ഡൂം. അപ്പോൾ ഈ ക്യാമറയാണ് നമ്മൾ അഴിക്കാൻ വേണ്ടിയിട്ട് പോണത് കേട്ടോ. അപ്പോൾ അഴിക്കാൻ വേണ്ടിയിട്ട് കണ്ണിൻ്റെ ഉള്ളിലത്തെ അതേ സെറ്റപ്പ് തന്നെ കണ്ടോ, 360 ഡിഗ്രി ഇങ്ങനെ കറങ്ങും സാധനം, കാണുന്നില്ലേ? നമ്മുടെ ഇതിന് വേറൊരു പേരും കൂടെ ഉണ്ട്, ഐബോൾ ക്യാമറ എന്നും കൂടെ ഇതിന് പറയും. ഐബോൾ ഈ മേലെ ബോളും അടിയിൽ ഐയും അങ്ങനെയൊക്കെ ആയിരിക്കാം. ഇത് ഇത്രേ ഉള്ളൂ. ജസ്റ്റ് ഇങ്ങോട്ടേക്കൊരു തിരി ഒരു വലി സാധനം പോന്നു, ഇത്രേ ഉള്ളൂ ഇതിൻ്റെ പരിപാടി. അപ്പോൾ ഇതിനകത്തും ഗ്ലാസ് എന്ന് പറയാനായിട്ട് ഇത്രേ ഉള്ളൂ ഇതിൻ്റെ ലെൻസ്. ഓക്കെ, അപ്പോൾ അടുത്തത് ഇതാണ് അതിൻ്റെ മെയിൻ പാർട്ട് വരുന്നത്. മെയിൻ പാർട്ട് ഇതാണ് അതിൻ്റെ. ഇത് ഇൻഫ്രാറെഡ് LED ഈ കാണുന്നതൊക്കെ ഇൻഫ്രാറെഡ് LED ഈ കാണുന്നതെല്ലാം. അപ്പോൾ ഇതാണ് നമ്മുടെ മെയിൻ ആയിട്ടുള്ള ക്യാമറയുടെ ലെൻസ്, ഈ ലെൻസ്. അപ്പോൾ ഇത് ഞാൻ നേരത്തെ പോലെ തന്നെ ഒന്ന് അഴിച്ച് കാണിച്ചു തരാം. അതേപോലെ തന്നെ ഈ ക്യാമറേൻ്റെ IR LED കാരണമാണ് നമുക്ക് രാത്രി ഉള്ള വിഷ്വലുകളൊക്കെ കാണുന്നത്. ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഒക്കെ ആയിട്ട് കാണുന്നില്ലേ, അത് ഈ LED ഉള്ളതുകൊണ്ട് ഈ LEDയിലെ വെട്ടം നമുക്ക് കാണാൻ പറ്റില്ലെങ്കിലും ഇത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഒബ്ജക്റ്റിലേക്ക് പോയി പതിക്കുകയും അതിൻ്റെ റിഫ്ലക്ഷൻ നേരെ ക്യാമറയിലേക്ക് വരികയും അതുമൂലമാണ് നമുക്ക് ആ ഒരു വിഷ്വലായിട്ട് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് കാണാനുള്ള കാരണം ഈ മെയിൻ ചങ്ങായിയാണ്, ഈ IR LED ആണ്. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ലെൻസ് നോക്കിയാൽ ഇങ്ങനെ നീണ്ടിട്ട് പൊങ്ങിയിട്ട് ഇത് ഞാനങ്ങനെ കണ്ടിട്ടില്ല. ഇങ്ങനത്തെ ലെൻസ് ഞാൻ കണ്ടിട്ടില്ല. ഓരോ ക്യാമറയ്ക്കും ഓരോരോ പ്രത്യേകതയാണ്, ലെൻസിന് പ്രത്യേകതയാണ്. ബാക്കി ബോർഡ് ഞാൻ നേരത്തെ ബോർഡ് കാണിച്ചെന്നില്ല, അതേ ബോർഡ് തന്നെയാണ് ഇവിടെയും വരുന്നത്. ബോർഡൊക്കെ ഏകദേശം ഒരു എന്താ പറയുക സെയിം ബോർഡ് തന്നെയാണ് ഈ ഇതിൽ വരുന്നത്. അപ്പം മക്കളെ, ഇതാണ് ഇതിൻ്റെ ബേക്കിൽ വരുന്ന എന്താ പറയുക കണക്ഷൻസ്. നേരത്തെ അതേ കണക്ഷൻസ് തന്നെ, അതേ 5 കേബിളല്ലോ, അതേ കേബിൾ തന്നെ, മാറ്റമൊന്നുമില്ല. ഇത് വിഷ്വല്, ഇത് ക്യാമറേൻ്റെ പവർ, ഇത് വരുന്നത് നമ്മുടെ ക്യാമറയുടെ IR സെൻസറൊക്കെ ആയിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത് മറ്റേ IR ലൈറ്റിലേക്ക് പോകണ ഇത് വയറ്. അതേപോലെ തന്നെ ഇത് ക്യാമറയുടെ നേരത്തെ പറഞ്ഞല്ലോ സെൻസർ ലൈറ്റ്. പിന്നെ ഇത് നമ്മുടെ ക്യാമറയുടെ മെയിൻ ആയിട്ടുള്ള ലെൻസ്, ഫോക്കസ് ലെൻസ്. പിന്നെ നേരത്തെ വീഡിയോയിൽ കാണിച്ച പോലെ തന്നെ ഇതാണ് അതിൻ്റെ ബോർഡ്. ഏകദേശം മറ്റേതുപോലെ തന്നെ സെയിം തന്നെയാണ് അതിൻ്റെ കാര്യങ്ങൾ, ബോർഡ് കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ്. ഓരോരോ പാർട്ടിക്കിൾസ് കുറച്ച് കൂടുതലുണ്ട്, കപ്പാസിറ്റർ, അത് റെസിസ്റ്റർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സാധനങ്ങൾ കുറേ ഉണ്ട്. പിന്നെ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകതകൾ വരുന്നത്. ബാക്കിയൊക്കെ ഏകദേശം എല്ലാം ഒരേപോലെ തന്നെയാണ്. അതുകൊണ്ട് ഈ ക്യാമറയുടെ ഇത് ഞാൻ അഴിച്ച് കാണിക്കുന്നില്ല, എൻ്റെ ഓൾറെഡി ഞാൻ നേരത്തെ കാണിച്ചു എങ്ങനെയാണെന്നുള്ളത്. അതേ സെയിം രീതിയിൽ തന്നെയാണ് എല്ലാ ക്യാമറയിലും വരുന്നത്. ഇനി ഒരു 2 ക്യാമറയും കൂടെ അഴിച്ച് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത്, അപ്പം ഏകദേശം മനസ്സിലാവും കാര്യങ്ങൾ. പിന്നെ ഇത് ഓരോ ക്യാമറയ്ക്കും ഓരോരോ വ്യത്യസ്തമായിട്ടുള്ള കണക്ഷൻസ് ഉണ്ട്. ഇതിന് വരുന്നത് സ്വിച്ച്, ഇവിടെ ഒരു സ്വിച്ച് വരുന്നുണ്ട്. സ്വിച്ച് ഞാൻ കാണിച്ചു തരാം. ഇത് ഇങ്ങനത്തെ ഒരു ബട്ടൺ സ്വിച്ച് വരുന്നുണ്ട്, ഇങ്ങനത്തെ ഒരു സ്വിച്ച് വരുന്നുണ്ട്. അത് ഓരോരോ മൂഡ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ബാക്കി കണക്ഷന് കാര്യങ്ങളെല്ലാം
ഇതുണ്ടോ, ഒരു പവറും ഒരു സിഗ്നലും അങ്ങനെ വരുന്നുണ്ട് ഇതിൽ. ബാക്കിയൊക്കെ ഒരേപോലെ തന്നെ പവർ സിഗ്നലൊക്കെ ആയിട്ട് തന്നെ വരുന്നത്. അപ്പോൾ മക്കളെ, ഇതാണ് IP ക്യാമറ വരുന്നത്. അപ്പോൾ പുതിയ ക്യാമറയാണ്, ഉപയോഗിച്ചിട്ടില്ല സാധനം. അഴിക്കാനൊരു ചെറിയ സങ്കടമുണ്ട് പുതിയതായതുകൊണ്ട്. ഇത് വന്നിട്ട് സിഗ്നൽ, ഇത് വന്നിട്ട് പവർ. ഇതിനകത്ത് രണ്ട് കേബിൾ വരുന്നുള്ളൂ. ഒറ്റ ഇതിൽ തന്നെ 2 കേബിളാണ് വരുന്നത്. നേരത്തെ കാണിച്ചല്ലോ, ഒരു 3 കേബിൾ കാണിച്ചല്ലോ. അത് 3 കേബിളല്ല, ഒരു സ്വിച്ചും പവറും പിന്നെ സിഗ്നലുമാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ക്യാമറേൻ്റെ സംഭവങ്ങളും കൂടെ ഒന്ന് അയച്ചു നോക്കാം. ഓരോന്നിനും എന്തൊക്കെ പ്രത്യേകതകളാണ് ഉള്ളതെന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ലെൻസ്, ഇതിൻ്റെ സ്റ്റാറാണ് കേട്ടോ. ഇതിൻ്റെ സ്ക്രൂ വരുന്നത് അല്ലെങ്കിൽ അല്ല, സ്റ്റാറാണ് വരുന്നത്. സാധനം കിട്ടി. ഇതാണ് ഇതിൻ്റെ ഉള്ളിലുള്ള പരിപാടികൾ. ഇതാ അതേ ആ സഞ്ചി തന്നെ ഇവിടെ ഉണ്ട്. വെള്ളം വലിച്ചെടുക്കാനുള്ള, ഈർപ്പം വലിച്ചെടുക്കുന്ന സഞ്ചി. പിന്നെ ഇതിനകത്ത് കുറേ കുറേ ഇല്ല, സാധാ പോലെ തന്നെ കേട്ടോ, മാറ്റമൊന്നുമില്ല. പക്ഷെ ഒരു വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ബോർഡ്, 2 ബോർഡുണ്ട് ഇതിനകത്ത് വരുന്നത്, 2 ബോർഡ്. ഇത് അപ്പോൾ ഇതിൻ്റെ പരിപാടി എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ നേരത്തെ കണ്ടല്ലോ 2 ക്യാമറകൾ നേരെ അതിൻ്റെ സിഗ്നൽ എടുത്തിട്ട് നേരെ കൊണ്ടുപോയിട്ട് DVR-ലേക്കാണ് കൊടുക്കുക. അവിടെ നിന്നാണ് അതിൻ്റെ പരിപാടിയെല്ലാം നടക്കുന്നത്. പക്ഷേ ഇത് നേരെ ഓപ്പോസിറ്റ് ആണ്. ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിനകത്ത് തന്നെ സംഭവം എല്ലാം സെറ്റ് ചെയ്ത്, കംപ്രസ് ചെയ്ത് സെറ്റാക്കി, സിഗ്നലെല്ലാം പക്കയാക്കിയതിന് ശേഷമാണ് ഡയറക്റ്റ് നമ്മളെ കാണിക്കുന്നത്. അതാണ് അതും ഇതും തമ്മിലുള്ള വ്യത്യാസം. അപ്പം എങ്ങനെ നോക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ കണ്ടിട്ട് പറയുകയാണെങ്കിൽ ഇത് കുറച്ചുകൂടെ നന്നായിട്ട് എനിക്ക് തോന്നുന്നു. കാരണം ഇതിനകത്താണ് കുറച്ചുകൂടെ ഫങ്ഷൻസ് കാര്യങ്ങളെല്ലാം കുറച്ച് കൂടുതലുള്ളത്. കാരണം 2 ബോർഡാണ്. 2 ബോർഡ് എന്ന് വെച്ചാൽ ഇതൊന്ന് ക്യാമറേൻ്റെ മെയിൻ ബോർഡ്, ഞാൻ നേരത്തെ കാണിച്ച വീഡിയോയിലുള്ള ബോർഡ്, ഈ ഏറ്റവും അടിയത്തത്. ഈ മേലെ നിൽക്കുന്നത് ഈ ബോർഡാണ് ഇതിൻ്റെ പരിപാടിയെല്ലാം നോക്കുന്നത്. എങ്ങനത്തെ പരിപാടി, കംപ്രസ് ചെയ്യുന്ന പരിപാടിയൊക്കെ കാണിക്കുന്നത് ഈ മേലത്തെ ബോർഡാണ്. അപ്പോൾ ഇതിൻ്റെ അടിയിൽ വേറൊരു ബോർഡും കൂടെ വരുന്നുണ്ട്. അത് എന്തിൻ്റെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ IR സെൻസറിൻ്റെ ബോർഡാണ്. ഈ താഴെയുള്ള ഈ ബോർഡ്, ഇത് IR-ൻ്റെ ബോർഡാണ്. ചുറ്റിനുണ്ട്, ഈ ബോർഡ് ചുറ്റിനുണ്ട്. അത് IR-ലേക്ക് പോകണം. അത് പെട്ടെന്ന് മനസ്സിലാക്കണമെങ്കിൽ ഈ IR-ലേക്ക് പോകണ 2 പോസിറ്റീവും നെഗറ്റീവും വയറുകളും പോകുന്നുണ്ട് താഴേക്ക് തന്നെ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇതിനെക്കുറിച്ചുള്ള എന്താ പറയുക വീഡിയോ. അതായത് ക്യാമറകളെക്കുറിച്ച് ഇത്രേ ഉള്ളൂ സംഭവം. ഇങ്ങനത്തെ ഉള്ള ചെറിയ ചെറിയ പ്രത്യേകതകളും മാറ്റങ്ങളും മാത്രമേ ഈ ക്യാമറേൻ്റെ ഉള്ളിലൊക്കെ വരുന്നുള്ളൂ. അല്ലാതെ വലിയ സംഭവങ്ങളൊന്നും ഇതിൻ്റെ ഉള്ളിലില്ല. ഇതൊക്കെയാണ് സംഭവം. മെയിനായിട്ട് വരുന്നത് ലെൻസും അതിൻ്റെ ബോർഡും, അതായത് ഈ താഴത്തെ ഈ ബോർഡും, അതുമാണ് മെയിനായിട്ട് വരുന്ന സംഭവം. അതിലൊക്കെയാണ് എന്തെങ്കിലും കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിലോ ഇത് ക്യാമറ പോകുന്നത് നാശാവുന്നതിൻ്റെയൊക്കെ കാരണം. പിന്നെ അതേപോലെ തന്നെ ഈ നമ്മുടെ വിഷ്വൽ കാണുമ്പോൾ ഈ മങ്ങിയിരിക്കുക, അങ്ങനെയുള്ള പ്രശ്നങ്ങൾ വരുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഈ ഒരു ലെൻസിൽ മേലെ എന്തെങ്കിലുമൊക്കെ വന്ന് ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ ഈ പുകയടിക്കുമ്പോഴോ അങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ കൊണ്ടൊക്കെയാണ് ഇവിടെ ഈ ഫ്രണ്ടിലത്തെ ഈ ലെൻസ് മങ്ങൽ വരുമ്പോഴാണ് വിഷ്വൽ ക്ലിയർ ആയിട്ട് കിട്ടാത്തതിൻ്റെ കാരണം അതാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ.